ഹലോ ഹായ് CBS 5th സ്റ്റാൻഡേർഡിലെ മാത്സ് യൂണിറ്റ് 10 ജോയിനിങ് പാർട്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ ഒരു സർക്കിൾ, അത് മൂന്ന് പാർട്സായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മൂന്ന് പാർട്സിൽ വൺ പാർട്ട് ഷെയ്ഡഡുമാണ്. അതിന് 1/3 എന്ന് പറയും. 3 പാർട്സിൽ 1 പാർട്ട് ഷെയ്ഡഡ് ആണെങ്കിൽ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടെന്ന് അടിയിലും എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തു എന്നത് മേലെ. ഇവിടെ മേലെയുള്ള സംഖ്യക്ക് ന്യൂമറേറ്ററും എന്നും അടിയിലുള്ള സംഖ്യക്ക് ഡിനോമിനേറ്ററും. ഇവിടെ ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ 3ഉം. അടുത്തത് ഇതേപോലത്തെ ഒരു എക്സാമ്പിളാണ്. അടുത്തൊരു സർക്കിൾ 1 2 3 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ 4 പാർട്സും, അതായത് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട് അതാണ് ഡിനോമിനേറ്റർ. എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതാണ് ന്യൂമറേറ്റർ. ഇവിടെ 1 2 ടോട്ടൽ 4 പാർട്സും ഷെയ്ഡഡ് 2 പാർട്സും 2/4. അടുത്തത് 1 2 3 4 പാർട്സ്. 4 ഡിവൈഡഡ് ബൈ 4 തന്നെയാണ്. അതായത് ഒരു കോളത്തെ 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് 4 പാർട്സും ഷെയ്ഡഡ് ആണ്. അതായത് ഒരു കേക്ക് 4 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം 4ഉം ഞാൻ തന്നെ കഴിച്ചു. ഒരു ഉദാഹരണം, ഇതിനെയാണ് ഹോൾ എന്ന് പറയുക. നെക്സ്റ്റ് പ്രോബ്ലം ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ. അഥവാ ന്യൂമറേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. ഇവിടെ ന്യൂമറേറ്റർ 2 ആണ്. അപ്പോൾ 2 + 2 4, 5 + 5 10, 4 + 2. പിന്നെ 4 + 4 അല്ല, 4 + 2 ആണ്. ആദ്യത്തെ നമ്പറിൻ്റെ ന്യൂമറേറ്ററും നമ്മൾ ആഡ് ചെയ്യുന്ന സംഖ്യയുടെ ന്യൂമറേറ്ററുമാണ്. 4 + 2 6, 10 + 5 15, 6 + 2 8, 15 + 5 20, 8 + 2 10, 20 + 5 25. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. 6 + 6 12, 10 + 10 20, 18 30, 18 + 6 24, 40, 24 + 6 30, 40 + 10 50. നെക്സ്റ്റ് അടുത്തതായിട്ടുള്ളത് കമ്പാരിസൺ ഫ്രാക്ഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സിമ്പലും അത് തന്നെയാണ് ഇതും. 3/7 2/7 3/7. ഒരു കേക്കിനെ 7 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം 3 കഷ്ണങ്ങൾ കഴിക്കുന്നതാണ്. അതോ ഒരു കേക്കിനെ 7 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം 2 പീസ് കഴിക്കുന്നതാണോ വലുത്? എല്ലാവർക്കും 3 പീസ് കഴിക്കുന്നതാണ് വലുത്. അതുപോലെ തന്നെ ഒരു കേക്കിനെ 4 പീസാക്കിയതിന് ശേഷം 3 പീസ് കഴിക്കുന്നതാണോ 1 പീസ് കഴിക്കുന്നതാണോ വലുത്? 3 പീസ് കഴിക്കുന്നതാണോ വലുത്? പിന്നെ ഈ പ്രോബ്ലമാണ്. ഒരു കേക്കിനെ 4 പീസാക്കിയതിന് ശേഷം അതിൽ 1 പീസ് കഴിക്കുന്നതാണോ, 3 പീസ് ഒരു കേക്കിനെ 3 പീസാക്കിയതിന് ശേഷം അത് കഴിക്കുന്നതാണോ? അത് തന്നെ ഞാൻ പറഞ്ഞുതരാം. 1/4 1 2 3 4. ഒരു കേക്ക് 1 പീസ്. ഇവിടെ 1/3 3 പാർട്സ് ആക്കിയ കേക്കിൽ നിന്ന് 1 പീസ്. ഈ പീസാണോ വലുത് അതോ ഈ പീസാണോ വലുത്? ഈ പീസാണ്.
നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിനേക്കാൾ വലുതാണ് ഇത്. അപ്പോൾ 1/3 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തതായിട്ട് അഡീഷനാണ്. അഡീഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഫ്രാക്ഷൻ്റെ അഡീഷൻ സാധാ അഡീഷൻ പോലെ അല്ല. ഞാൻ പറഞ്ഞുതരാം. 1 + 1 എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ട് 2 ആണ് ആൻസർ. പക്ഷേ 4 + 4 അല്ല. 4 + 4 അല്ല ആഡ് ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഡിനോമിനേറ്റർ 4 തന്നെയാണ്. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിലും നമുക്ക് അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യാൻ കഴിയില്ല. രണ്ടും ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ കറക്റ്റ് ആവണം. ഡിനോമിനേറ്റർ 4 + 4 അല്ല, ഇവിടെ ഡിനോമിനേറ്റർ 4 തന്നെ. 4 തന്നെ ഇവിടെ. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 1/1 1 + 1 2. ഡിനോമിനേറ്റർ ഒരിക്കലും മാറില്ല. 4 + 3 7 5 തന്നെയാണ്. ഡിനോമിനേറ്റർ മാറില്ല. നെക്സ്റ്റ് അടുത്തതായിട്ട് അഡീഷൻ പഠിച്ചാൽ എന്തായാലും സബ്സ്ട്രാക്ഷൻ ഉറപ്പാണ്. സബ്സ്ട്രാക്ഷനും ഉണ്ട്. 40 - 35. 40 - 35 ബാലൻസ് 5. 5 സബ്സ്ട്രാക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിനോമിനേറ്റർ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഒരിക്കലും മാറില്ല. അതെന്ത് വന്നാലും ഡിനോമിനേറ്റർ ഒരിക്കലും മാറില്ല. ഇവിടെ 50 തന്നെ. അടുത്തതും 10 - 2 8 ഡിനോമിനേറ്റർ ഒരിക്കലും മാറില്ല 40. അടുത്ത നെക്സ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എനിക്കത് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. ടഫ് തന്നെയാണ് ഇത്. among the fraction is equal to 3/5 which has a numerator 27. ഇവിടെ പറയുന്നത് 3/5 ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് ആൻസറും ഇവിടെ തന്നിട്ടുണ്ട് 27. ന്യൂമറേറ്റർ ആണ് 27. ന്യൂമറേറ്റർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരിക്കലും മാറാനോ പാടില്ല. അത് എപ്പോഴും ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിഞ്ഞിരിക്കേണ്ടതാണ്. ന്യൂമറേറ്റർ ഇതാ 27, മേലെയുള്ള സംഖ്യ 27. അപ്പോൾ ഇവിടെ 3/5 ആണ്. അപ്പോൾ 3/5ഉം 27ഉം എന്താ തമ്മിൽ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. 3 × 9 ആണ് 27. ഇവിടെ ബൈ. അപ്പോൾ 5 3/5 അല്ല ഇവിടെ ക്വസ്റ്റ്യൻ. 3/5 ആണ്. അപ്പോൾ 3 × 9 ആണ് 27. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ 5 × 9 ചെയ്യണം. അപ്പോൾ 5 × 9 45. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 27/45 ആണ്. ഇത് നമ്മളിപ്പോൾ പഠിച്ചത് ന്യൂമറേറ്ററാണ്. ഇനി ഡിനോമിനേറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് ഇനി ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ തന്നിരിക്കുന്നു, ഇനി ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. among the fraction is equal to 4/5 which has denominator 50. ഇവിടെ ക്വസ്റ്റ്യൻ 4/5 ആണ്. 4/5 ഡിനോമിനേറ്ററാണ് തന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒരിക്കലും മാറാൻ പാടില്ല 50. അപ്പോൾ 5ഉം 50ഉം ആയിട്ട് എന്താ ബന്ധം? അതായത് ഡിനോമിനേറ്ററാണ്. ഇവിടെ നമ്മൾ നോക്കിയത് ന്യൂമറേറ്ററുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററുമായിട്ടുള്ളത്. അപ്പോൾ 5 × 10 ആണ് 50. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ × 10 ചെയ്യണം. × 10 40. അപ്പോൾ ആൻസർ എന്താ? ആൻസർ 40/50. ഇതാണ് ആൻസർ.
അടുത്തതായിട്ട് അഡീഷൻ തന്നെയാണ് വരുന്നത്, അഡീഷൻ തന്നെ. പക്ഷെ ഈ അഡീഷന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഡിനോമിനേറ്റർ സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ അഡീഷനോ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ. ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ അഡീഷൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡിനോമിനേറ്റർ രണ്ടും ഫസ്റ്റ് സെയിം ആക്കണം, അതിനുശേഷം നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ സെയിം ആക്കുക എന്ന് വെച്ചാൽ LCM നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. LCM എന്ന് പറയുന്നത് 80, 50. 80ൽ എത്ര 2 ഉണ്ട്? 42 ഉണ്ട്. 50ലോ 25 2 ഉണ്ട്. അപ്പോൾ ഇതിനെ ഇനി 2 കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. 25ൽ 2 ഇല്ല. പക്ഷെ 40ൽ 2 ഉണ്ട്, പക്ഷെ 25ൽ ഇല്ല. 3യോ 3 പറ്റില്ല, 3ലും ഇല്ല, 4ലും ഇല്ല. 4ൽ 40 ഉണ്ട്, പക്ഷേ 25 ഇല്ല. അപ്പോൾ 5 ആണ് പറ്റുന്നത്. 5 40ൽ എത്ര 5 ഉണ്ട്? 8 5 ഉണ്ട്, 5 ഉണ്ട്. ഇപ്പോൾ LCM എന്ന് പറയുമ്പോൾ ഇതാ ഈ എൽ ഷേപ്പ് ചെയ്യണം. എൽ ഷേപ്പിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ LCM എന്ന് പറയുന്നത് 2 × 5 × 8 × 5 is equal to 2 × 5 10, 10 × 8 80, 80 × 5 400. അപ്പോൾ 80 ഇവിടെ LCM 400 ആണ്. അപ്പോൾ നമ്മൾക്ക് ഡിനോമിനേറ്റർ 400 ആക്കണം. അതായത് ×5 ആണ്. ×5 400, ×5 ഏതാ 400 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 5 തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ×5 50ൽ ×8 ആണ്. 8 ചെയ്താലാണ് 400 കിട്ടുക. LCM 400 ആണല്ലോ. അപ്പോൾ ഇവിടെയും ×8 ചെയ്യുക. അപ്പോൾ 16 × 8 80/400 പ്ലസ് 320/400. ഇതാണ് ശരിക്കും ആൻസർ. ഇനി ആൻസർ കിട്ടേണ്ടതോ 400/400. ഈ 400/400 വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് അത് പഠിച്ചിരുന്നു. 400/400 തന്നെയാണ്. അപ്പോൾ ഇതെന്താണ്? വോൾ. നമ്മൾ പഠിച്ചിരുന്നു 400/400 ആണെങ്കിൽ അത് വോളാണ്. വോൾ. അടുത്തത് സബ്സ്ട്രാക്ഷൻ ആണ്. ഇതും ഏകദേശം അഡീഷൻ്റെ പോലെ തന്നെയാണ്. പറഞ്ഞ അഡീഷൻ സബ്സ്ട്രാക്ഷൻ സെയിം തന്നെയാണ്. LCM വെച്ചാൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ ഒരിക്കലും അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM ഇതിന് കോമൺ ആയിട്ട് 2 എന്ന മൾട്ടിപ്പിളായിട്ടും നമുക്കിത് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ 25ഉം ഇവിടെ 10ഉം ഇതിന് 2 ആയിട്ടും പറ്റില്ല, 3 ആയിട്ടും പറ്റില്ല, 4 ആയിട്ടും പറ്റില്ല, 5 ആയിട്ടും പറ്റും. അപ്പോൾ നമുക്ക് 5. ഇവിടെ 25ൽ എത്ര 5 ഉണ്ട്? 5 ഉണ്ട്. 10ലോ 2. അപ്പോൾ LCM L ഷേപ്പിൽ ഫൈൻഡ് ചെയ്യണം. LCM 2 × 5 × 5 × 2. 2 × 5 10, 10 × 5 50, 50 × 2 = 100. അപ്പോൾ ഇവിടെ 100 തന്നെ ചെയ്യണം. 100 ഡിനോമിനേറ്റർ ആവണം. അപ്പോൾ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഇവിടെ 100 കിട്ടുക? 2.
അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെയോ? ഇവിടെ 5 കൊണ്ട് ചെയ്താലേ 100 കിട്ടുകയുള്ളൂ. അപ്പോൾ ന്യൂമറേറ്റർ ഓഫ് 5 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതാ ഇത് മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ ബൈ 100 മൈനസ് 50. ആൻസർ ആണ് പറയുന്നത്. ആൻസർ 30/100. ഓക്കെ, ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം ഇവിടെ സോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് മീറ്റ് ചെയ്യാം. ബൈ.